നമസ്തേ എല്ലാവർക്കും ഇത് NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രം ഉള്ളതാണ്. അത് അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കും. ഇന്നത്തെ ടോപ്പിക് കുറച്ചൊരു ജനറിക് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. NPD ആണോ, NPDയുടെ ലെവലിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദർ ഈസ് എ ചാൻസ്, ബിക്കോസ് NPD ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് ബിഹേവിയർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി മാലിഗ്നന്റ് ആൻഡ് അതുപോലെ തന്നെ അവർക്ക് BPD അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു മാലിഗ്നൻസി കൂടി വരും. അപ്പോൾ ഈ ഒരു ബിഹേവിയറിനെ നമ്മൾ അഡിക്റ്റീവ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അഡിക്റ്റീവ് ബിഹേവിയറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അഡിക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിക് ഡയഗ്നോസിസ് ഒന്നും അല്ല കേട്ടോ. ഒരു ജനറിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നിങ്ങൾക്ക് ഒരു അഡിക്റ്റീവ് ബിഹേവിയറിനെ കാണുന്നുണ്ട്, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉണ്ട്. ചിലർ അഡിക്റ്റീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാറുണ്ട്. ഇവരൊക്കെ ഒരു അഡിക്ഷൻ പ്രോൺ പേഴ്സണാലിറ്റീസിന്റെ കൂടെ വരുന്ന ആളുകളാണ്. അപ്പൊ എന്താണ് ഈ അഡിക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് അവർക്ക് ഇമ്പൾസിവിറ്റി ഭയങ്കര കൂടെ, അവർ ഇമ്പൾസിന്റെ മുകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ മോസ്റ്റ്ലി പ്രസന്റ് ഓറിയന്റഡ് ആയിരിക്കും. ഇന്ന് എന്ന് നോക്കുന്നവരായിരിക്കും കൂടുതൽ. അവരൊരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ കാണൂല. അത് നമുക്ക് എല്ലാവർക്കും, അതായത് ഇമ്മീഡിയറ്റ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവർക്ക്. ഇപ്പം വേണ്ടത് ഇപ്പം കിട്ടണം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ചെയ്യണം. അതല്ലെങ്കിൽ ഇതിനൊരു കോൺസിക്വൻസ് ഉണ്ടാകും, നമ്മൾ കുറച്ചുകൂടെ ഡിലേ ചെയ്യണം, കുറച്ചുകൂടെ ഒന്നുകൂടെ കാത്തിരുന്നാൽ നമുക്കൊരു ബെറ്റർ വൺ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരൂല. അവരിലേക്ക് വരുന്നത് ഇമ്പൾസിവിറ്റി, ഒരു ഡിലേഡ്, അതായത് ഇമ്മീഡിയറ്റ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അവർക്ക് ചെയ്യാനേ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഈ പേഴ്സണാലിറ്റി ഉള്ളവർ, അതായത് ഈ അഡിക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ അഡിക്റ്റീവ് പേഴ്സണാലിറ്റി ഉള്ളതാന്ന് അവർക്ക് അവരുടെ ചിന്ത എന്ന് പറയുന്നത്, ഞങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാം ചെയ്യാൻ ധൈര്യമുള്ളവരാണ്, എനിക്ക് തോന്നുന്നത് എനിക്ക് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് ആ ഇമ്പൾസിവിറ്റിയും അവരുടെ ആ പ്രസന്റ് ഓറിയന്റേഷനും ഒക്കെ കൊണ്ടുവരും. അവർ പലപ്പോഴും ഈ സൊസൈറ്റൽ നോംസ്, എത്തിക്സ്, അല്ലെങ്കിൽ ഈ നമ്മൾ കുറേ നമുക്ക് ഈ ലൈൻസ് ഒക്കെ വരച്ചിട്ടില്ലേ, കൺട്രോൾസും സിസ്റ്റവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനകത്തൂടെ ഒന്നും അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു കൺഫോമിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഒന്നിനോട് ഒരു നമുക്ക് വെച്ചിരിക്കുന്ന ഇങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ നോക്കണം എന്നുള്ളതിനോട് എപ്പോഴും അവർ റിബൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അഡിക്റ്റീവ് ബിഹേവിയർ ഉള്ളവർക്ക് സാധാരണ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുറച്ചൊരു ദർ ഈസ് സം പ്രോബ്ലം. അവരെ നമുക്ക് പലർക്കും ഒരു അരോചകമായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ രീതികളുമെല്ലാം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ചിലപ്പോൾ ഒരു ലവ് ഫോർ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ലവ് ഓഫ് എക്സൈറ്റ്മെന്റ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇതുമൊക്കെ ഭയങ്കര ഇഷ്ടമാകുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ ചെയ്യും. അത് പ്രസന്റ് ഓറിയന്റൻസിൽ ഡേഞ്ചറസ് സ്പോർട്സ്, അതുപോലെ തന്നെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമൊക്കെ, അതുപോലെ തന്നെ ആരോട് സംസാരിക്കണേലും ഞാൻ അങ്ങനെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നോക്കാതെ, അതിന്റെ കോൺസിക്വൻസ് ഒന്നും നോക്കാതെ, എന്ത് വരുമെന്നോ എന്ത് ചിന്തിക്കുന്നു അതൊക്കെ പിന്നെയല്ലേ വരുമ്പോൾ നോക്കാം എന്നുള്ള രീതിയിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് ദ സെയിം ത്രില്ലിങ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കിട്ടി. അതൊരു ത്രില്ലിംഗ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് വീണ്ടും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ, അപ്പം നമുക്കത് റെപ്പറ്റീറ്റഡ് ആയിട്ട് വരും. അങ്ങനെ നമുക്കൊരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് കാണും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പൾസിവിറ്റി, ഇമ്പൾസിവിറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പൾസിവിറ്റി അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവർക്ക് ബോർഡത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഏതെങ്കിലും ഒരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കാര്യത്തിലേക്ക് അഡിക്റ്റീവായിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആസ് ഐ ടോൾഡ് യു, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇമ്പൾസിവിറ്റിയും പ്രസന്റ് ഓറിയന്റേഷനും ഉള്ളത് കൊണ്ട് തന്നെ ഇന്നബിലിറ്റി ടു ക്വിറ്റ്, അവർക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ ആ ഒരു അഡിക്റ്റീവ് ബിഹേവിയർ പോവുക. അപ്പോൾ നമുക്കറിയാം ഈ അഡിക്റ്റീവ് ബിഹേവിയർ എപ്പോഴാണ് പ്രോബ്ലമാറ്റിക് ആകുന്നത് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ട് കേട്ടോ. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ചില കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ റെപ്പറ്റീറ്റ് ഒരേപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. അപ്പം ആ രീതിയിലുള്ള അതൊരു കംഫർട്ടും ഒക്കെയാണ് നമുക്ക് ചിലപ്പം. ആ അഡിക്റ്റീവ് ബിഹേവിയർ. ഇപ്പം നമ്മൾ പറയാണ്, ഒരാൾ 3 പ്രാവശ്യം കുമ്പിടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 3 പ്രാവശ്യം കുമ്പിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിലേക്കാണ് അത് പോകുന്നത്. അപ്പം അതിന് ചെറിയ അതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരു ഒബ്സഷൻ ആണെന്ന് നമ്മൾ പറയും. അപ്പം ആ രീതിക്ക് അതല്ല, ഇത് പ്രോബ്ലമാറ്റിക് ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രോബ്ലമാറ്റിക് ആകുമ്പോൾ ഈ അഡിക്റ്റീവ് ബിഹേവിയർ എന്നത് അഡിക്ഷൻസിലേക്ക് ഒക്കെ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഡിക്ഷൻ, അത് സബ്സ്റ്റൻസ് അഡിക്ഷൻ, ആൽക്കഹോളിസം, ഡ്രഗ്സ് യൂസേജ്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ഉണ്ടല്ലോ,
അപ്പം അങ്ങനത്തെ അഡിക്ഷൻസിലേക്കൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ഈ അഡിക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൾസീവ്ലി ആണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ കമ്പൽ ചെയ്യുകയാണ് ടു എൻഗേജ് ഇൻ ദ ഒരേ ടൈപ്പിലുള്ള എൻഗേജ് ഇൻ ദ സെയിം ബിഹേവിയർ, ഒരേ ബിഹേവിയറുള്ള സെയിം ബിഹേവിയർ, ആ ഒരേ ബിഹേവിയറിലേക്ക് നമ്മളിങ്ങനെ കമ്പൾസീവായിട്ട് കൊണ്ടുപോകും. ഇറസ്പെക്റ്റീവ് ഓഫ് ഓക്കെ ഡെസ്പൈറ്റ് ഇറ്റ്സ് നെഗറ്റീവ് എഫക്റ്റ്. അതിൻ്റെ ആ നെഗറ്റീവ് ഇഫക്റ്റ് എത്രമാത്രം ഉണ്ടോ അതിനെ ഒന്നും നോക്കാതെ, അത് ഹാംഫുൾ കോൺസിക്വൻസ് ഉള്ളതായിരിക്കാം നമ്മുടെ വെൽബീയിങ്ങിനെ, നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ വെൽത്തിനെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ, നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ, നമ്മുടെ കരിയറിനെ, നമ്മുടെ ഫാമിലിയെ, നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ, നമ്മുടെ മാരേജിനെ, നമ്മുടെ സെക്സിനെ, നമ്മളുടെ അങ്ങനത്തെ പല ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉള്ളത്, റിസ്കി ബിഹേവിയർ, അതുപോലെ തന്നെ എന്താ പറയുക വേരിയസ് ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ കയറുന്നത്, നമ്മുടെ അക്കാഡമിക്സ് എല്ലാം നശിച്ചു പോകുന്നത്, കരിയർ നശിച്ചു പോകുന്നത്, ഇങ്ങനെ പല രീതിയിലുള്ള കോൺസിക്വൻസ്, നെഗറ്റീവ് കോൺസിക്വൻസ്, ഹാംഫുൾ എഫക്റ്റ് ഇതിനുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യമല്ല. കാരണം ഈ കമ്പൾസീവ് ആ ബിഹേവിയറിലേക്ക്, ആ അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് നമ്മൾ മുങ്ങിപ്പോകുന്നു. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മൂവീസിലും അതല്ലെങ്കിൽ പല കാര്യങ്ങളിലും വരുന്ന ആളുകൾക്ക് പലപ്പോഴും വീഴ്ച പറ്റുന്നത് അവർക്ക് ഈ അഡിക്റ്റീവ് ബിഹേവിയറിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെ വരും. ഇനി ചില ആളുകളിൽ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അത് മോർ സീരിയസ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കോമ്പിനേഷൻ ഓഫ് BPD കൂടെ ചിലപ്പോൾ കയറും, ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം പല സ്റ്റഡീസും കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരു 50-ൽ പരം ആളുകൾക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ കമ്പൾസീവായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ആക്ടിവിറ്റീസ്, ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം ഈ BPD എന്തുകൊണ്ട് വരും? BPDക്ക് അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഓഫ് എംപ്റ്റീനെസ് ആണ്, ഡിസ്കണക്ട് ഫ്രം ദ ലവ്ഡ് വൺസോ സൊസൈറ്റിയോ അവരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ഡിസ്കണക്ഷൻസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ എംപ്റ്റീനെസ്, അവർക്ക് ആ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഇവർ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാറുണ്ട്. അപ്പം നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബോർഡർ ലൈൻ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നാർസിസിസവും അഡിക്റ്റീവ് ബിഹേവിയറും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്ന് പറയുന്നതുപോലെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഡിക്റ്റീവ് ബിഹേവിയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അഡിക്ഷൻ പ്രോൺ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എങ്ങനെയാണ് ഈ പീപ്പിൾ അഡിക്ഷൻ പ്രോൺ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളുണ്ട്, അവർ ഈ ടീനേജേഴ്സ്, അതായത് അവർ ODD ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒപ്പോസിഷൻ ഡെഫൈൻഡ് ഡിസോർഡേഴ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം കുട്ടികളെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, കുട്ടികൾ ഭയങ്കരമായിട്ട് ഡിലേഡ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ അവരിലേക്ക് ഡെവലപ്പ് ആയിട്ടുള്ള, അവർക്ക് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നീഡ് വേണം. അതൊക്കെ പേരൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കുട്ടികളെ പെട്ടെന്ന് എല്ലാം ചെയ്ത് കൊടുക്കരുത്. അവരിൽ ഡിലേഡ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം. എല്ലാവർക്കും ജനിക്കുമ്പോഴേ ഇല്ല. പിന്നെ അവരിൽ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ഫ്രണ്ടൽ ലോബ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാതെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ ഇങ്ങനെ വരും. അതുപോലെ തന്നെ കുട്ടികൾ, ഈ അഡിക്ട്സ് അല്ലെങ്കിൽ അഡിക്ഷൻ പ്രോൺ പേഴ്സണാലിറ്റി ഉള്ളവരുടെ കുട്ടികളിൽ നമുക്കിത് കാണാൻ പറ്റും. അവർക്ക് ഓൾറെഡി അവരുടെ നർച്ചറിലും നേച്ചറിലും വരുന്നു. കാരണം DNA-യിലും അവരുടെ നർച്ചറിങ് സിറ്റുവേഷൻസിലെല്ലാം ഇത് വരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ BPD, അതുപോലെയുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, നാർസിസിസ്റ്റിക് ഇഷ്യൂസ് ഒക്കെ ഉള്ള പല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നവർക്കും ഇതുപോലെ അഡിക്ഷൻസ് കൂടുതലായിട്ട് വരാനുണ്ട്. പിന്നെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുന്നത് അഡിക്ഷൻസ് വരുന്ന ഒരു കൂട്ടരാണ് വളരെ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള, വളരെ ഹൈ IQ ഉള്ളവർക്ക് ഇത് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും നമുക്കിങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, ചുറ്റിലേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ജെനറ്റിക്സ് വലിയൊരു ഫാക്ടറാണ്. DNA, നമ്മുടെ സ്ട്രെസ് ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഡിസ്ട്രെസ്സിലും നോ സ്ട്രെസ്സിലും നമ്മൾ ചിലപ്പം അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിയർ പ്രഷർ, പിയേഴ്സ് എല്ലാം കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ നമ്മളിങ്ങനെ പ്രഷർ ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഒന്നും ചിലപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ കുടിക്കാത്തവരെയൊക്കെ നമ്മൾ മൂവിയിൽ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതൊക്കെ പാർട്ടീസ് നടക്കുന്നത് നമുക്കറിയാം, കുടിക്കട എന്താ പാടാ, ജസ്റ്റ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഒരു പിയർ പ്രഷറിലും എക്സ്പെരിമെന്റേഷനിലും തുടങ്ങി. പക്ഷെ അതിനകത്തൊരു ജെനറ്റിക്കൽ ഫാക്ടർ ഓഫ് അഡിക്റ്റീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് സ്റ്റാർട്ടഡ് ടു കണ്ടിന്യൂലി ഡൂയിങ് ദാറ്റ്. പിന്നെ നമ്മുടെ എൻവയറമെന്റിൽ നമുക്ക് ആ ഒരു പ്രസന്റ് ഓറിയന്റേഷനും
ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള എൻവയറമെന്റ് ഫാക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുണ്ടോ അഡിക്റ്റീവ് ബിഹേവിയർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ODDയും ഈ അഡിക്റ്റീവ് ബിഹേവിയർ, ഓപ്പോസിഷൻ ഡെഫൈൻഡ് ഡിസോർഡർ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഈ അഡിക്റ്റീവ് ബിഹേവിയറും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് പല പല ഇഷ്യൂസ് അവർ വളർന്നു വരുമ്പോഴത്തേനും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അവർ അഡിക്ഷൻ പ്രോൺ പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറാൻ സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഇമ്പൾസിവിറ്റിയും കുട്ടികളുടെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. സോ യു ആർ നോട്ട് സപ്പോസ് ടു പ്രൊമോട്ട് ഇമ്പൾസിവിറ്റി, യു ഷുഡ് നോട്ട് പ്രൊമോട്ട് ഇമ്മീഡിയറ്റ് നീഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അഡിക്ഷൻ പ്രോൺ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അഡിക്റ്റീവ് ബിഹേവിയർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എന്ത് വന്നാലും, ഈവൻ നാർസിസം വന്നാലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പവർ ഉണ്ട് അതിനെ മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഏത് വ്യക്തിയാണോ, അപ്പോൾ കുട്ടികളിൽ ഒരു 8 വയസ്സിന് താഴെയാണ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. 8 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അവരും പതുക്കെ സ്ലോലി ഒരു അഡൾട്ട് ഫോമിലേക്ക് കയറുകയാണ്, പ്രീ ടീനായി പിന്നെ ടീനേജായി അങ്ങനെ പോകണം. അപ്പോൾ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ യു ക്യാൻ ഓൾവേസ് എൻഷുർ ദാറ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഡെവലപ്ഡ്. എല്ലാ പേരൻസിനും ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈഫ് എപ്പോഴും ജീവിക്കേണ്ടത് പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടുമാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.